യുവവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവവാണിയുടെ പുത്തൻ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ആദ്യമായി അഞ്ജന സുരേഷ് എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. തിരുത്ത്. സ്വന്തം സൃഷ്ടിയാൽ വേട്ടയാടപ്പെട്ട് സ്വയം ബലിയാടായി മാറപ്പെടേണ്ടി വരുന്ന അവസ്ഥയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദയനീയത. പേനയുടെ ക്യാപ്പ് മുറുക്കി അടച്ച ശേഷം അയാൾ ഓരോ വരികളിലും സസൂക്ഷ്മം കണ്ണുകൾ ഓടിച്ചു. ഇടയ്ക്ക് വെച്ച് വായന നിർത്തി. ഓരോ വാക്കുകൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ട് ആദ്യം മുതൽ വായന വീണ്ടും തുടർന്നു. സ്വയം മനനം ചെയ്തു. ഓരോ വായനയിലും അയാൾ അന്വേഷിച്ചത് ഒരു വേട്ടമൃഗത്തെയാണ്. വേട്ടയാടാനല്ല, കെണിയിലകപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ. വിരസമായ പകൽ ഏകദേശം ഉച്ചസമയത്തിനോടടുക്കുന്നു. വെയിലിൻ്റെ കാഠിന്യം ഏറി വന്നു. നെറ്റിയിലെ വിയർപ്പ് തുള്ളി കൈകളിൽ വീണപ്പോഴാണ് അയാൾ ആ സ്വപ്നത്തിൽ നിന്നുണർന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ആഘോഷങ്ങളുടെ പൊടിപ്പും തൊങ്ങലും അടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ ഇടയ്ക്കിടെ ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. പത്തി വിടർത്തിയ പാമ്പിൻ്റെ സീൽക്കാരം അയാൾ മനസ്സിൽ മന്ത്രിച്ചു. അയാൾ ഓർത്തെടുത്തു, ഇന്ന് 3-ാമത്തെ ദിവസമാണ് താനീ മുറിക്കുള്ളിൽ ഒറ്റയ്ക്ക്. അടച്ചിട്ട മുറികൾ അയാളെ വീർപ്പ് മുട്ടിച്ചില്ല. ഇതൊരു അഭയസ്ഥാനമാണ്. ഒറ്റയ്ക്കാവുക എന്നതായിരുന്നു അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയം. എന്നാൽ ഇപ്പോൾ അയാൾ അതൊരുപാട് ആസ്വദിക്കുന്നു. കല്ലേറുകളും ചോദ്യശരങ്ങളും പ്രഹരമേൽപ്പിക്കുന്നതിന് മുമ്പ് കൂടണയുക. അതുമാത്രമായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിൽ. അയാൾ തൻ്റെ കഴിഞ്ഞ കാലത്തിലേക്ക് ഒരു യാത്ര പോയി. ഒരുപാട് അകലെയല്ല, ഒരു 3 മാസം മുന്നേ. മട്ടാഞ്ചേരി പള്ളിയാണ് വസതി. കൽത്തോണുകളിൽ ചാരി അയാളിരുന്നു. ലക്ഷ്യം ഒരു കഥാതന്തുവാണ്. മാർഗങ്ങൾ അയാൾക്ക് മുന്നിൽ ഇഴഞ്ഞു നീങ്ങുന്നു. പുരുഷൻ വേണോ സ്ത്രീ വേണോ, അതോ രണ്ടും കലർന്ന ജാതിയോ? അവരുടെ കഥകൾക്കാണിപ്പോൾ സ്വീകാര്യതയേറെ. തനിയാവർത്തനം, അതു ശരിയല്ല. വായനക്കാരിൽ അത് ഈർഷ്യയുണ്ടാക്കും. കഥയ്ക്കാണോ പഞ്ഞം? ഓരോന്നും ഓരോ കഥയല്ലേ, അയാൾ മനസ്സിലോർത്തു. വിഷയങ്ങൾ അയാളിലേക്ക് എത്തപ്പെട്ടുകൊണ്ടേയിരുന്നു. വൃദ്ധനും വൃദ്ധയും, ബലിഷ്ഠനായ മനുഷ്യൻ, മെഴുകുതിരി വിൽക്കുന്ന സ്ത്രീ, യാചകൻ, ഭ്രാന്തൻ, പ്രണയം, വിരഹം. എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തൻ്റെ കഥാവിഷയങ്ങളായിരുന്നു. അയാൾ തെല്ലു നിരാശനായി. പെട്ടെന്ന് അയാളുടെ ഫോൺ ബെല്ലടിച്ചു. പ്രിയ. അയാൾ വായിച്ചു. ജനതാ പ്രസിൻ്റെ വാതിലിനോട് പിൻപറ്റിയിരിക്കുന്ന മേശയിൽ ഫോൺ കോളുകൾക്ക് മറുപടി കൊടുക്കുന്ന പെൺകുട്ടിയുടെ രൂപം പേരിനോടൊപ്പം അയാളുടെ ചിന്തയിൽ കടന്നു വന്നു. അധികം നാളത്തെ പരിചയമൊന്നും അയാൾക്ക് അവളുമായി ഉണ്ടായിരുന്നില്ല. പക്ഷേ പരിചയപ്പെടുന്ന ആരുമായും നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാൻ അയാൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. കാരണം അയാൾ ഒരു അന്വേഷകനായിരുന്നു, കഥകളുടെ അന്വേഷകൻ. അയാൾ ഫോൺ എടുത്തു. സാർ. എന്താ പ്രിയ? തെല്ലുനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം. എനിക്കൊന്ന് കാണണം. അതിനെന്താ, കാണാലോ. താനിപ്പോൾ എവിടെയാ? സാറിപ്പോൾ എവിടെയാ? ഞാൻ പള്ളിയുടെ അടുത്ത്. ശരി, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. അവൾ ഫോൺ കട്ടാക്കി. കോളിംഗ് ബെല്ലിൻ്റെ തുടരെയുള്ള ശബ്ദം കേട്ട് അയാൾ കസേരയിൽ നിന്ന് എണീറ്റു. മടിച്ചു ചെന്ന് വാതിൽ തുറന്നു. ഹലോ ഉദിത്. മാഷോ? അയാൾ ചോദിച്ചു. എന്താടോ, താനിവിടെ ഇല്ലായിരുന്നോ? പത്രമെല്ലാം കൂടിക്കിടക്കുന്നു. ഓ, അനുമോദനങ്ങളൊക്കെ ആയിട്ട് ആകെ തിരക്കാണല്ലോ. ഞാൻ വായിച്ചടോ, കഥ ഉദ്ഗ്രൻ. സഹിക്കാൻ പറ്റിയില്ലടോ, ആ പെൺകുട്ടിയുടെ കരച്ചിൽ എവിടെയെല്ലാമോ മുഴങ്ങി നിൽക്കുന്നത് പോലെ. നിശബ്ദം. തെല്ലുനാണം മുഖത്ത് വരുത്തിക്കൊണ്ട് ഒരു കുശലം പറയുന്നത് പോലെ മാഷ് അയാളോട് പറഞ്ഞു. സ്ത്രീ സൗന്ദര്യം അല്പം കൂടിയാകാം, രൂപഭംഗി ഇത്തിരി കൂടി എടുത്തു പറയാമായിരുന്നു, വായനക്കാരെ പിടിച്ചു നിർത്താൻ. ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാകുന്നുണ്ടോ? കറ പിടിച്ച പല്ലുകാട്ടി അയാൾ ആർത്തു ചിരിച്ചു. സാർ, ഞാനൊന്ന് കിടക്കട്ടെ, എനിക്ക് നല്ല സുഖമില്ല, അയാൾ പറഞ്ഞു. മറുപടികളൊന്നുമില്ലാത്ത അയാളുടെ ഒഴിഞ്ഞുമാറൽ മാഷിൽ അല്പം ഈർഷ്യയുണ്ടാക്കി. മുഖത്തെ ജാള്യത മറയ്ക്കാൻ ശ്രമിച്ച് വൃദ്ധൻ രംഗത്തു നിന്നും പിൻവാങ്ങി. ശരിയടോ, നടക്കട്ടെ. മുറിയുടെ മുന്നിൽ ചിതറിക്കിടക്കുന്ന പത്രങ്ങൾ ഓരോന്നും കൈക്കലാക്കി അയാൾ വാതിലടച്ചു മുറിയിലേക്ക് നടന്നു. ഒന്നുറങ്ങണം, അയാൾ ഓർത്തു. പത്രങ്ങൾ മേശപ്പുറത്ത് വെച്ചു. പെട്ടെന്ന് അയാൾ ആ വാർത്ത ശ്രദ്ധിച്ചു. യുവതിയുടെ ആത്മഹത്യ, ദുരൂഹതകളേറുന്നു. കുറ്റബോധത്തിൻ്റെ മുള്ളുകൾ ദ്രവ്യരൂപം പ്രാപിച്ച് കണ്ണീർ കണങ്ങളായി അയാളുടെ കണ്ണുകളിൽ നിന്നും പ്രവഹിച്ചു. അയാൾ മനസ്സിൽ മന്ത്രിച്ചു. അവൾ എന്നെ പ്രണയിച്ചിരുന്നു, അവൾ എന്നെ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഞാൻ അവളെ കൊന്നു, എൻ്റെ കൈപ്പട കൊണ്ട്, എൻ്റെ സങ്കല്പങ്ങൾ കൊണ്ട്. ഞാൻ അവളെ കൊന്നു. ശേഷം അയാൾ ഉറങ്ങാൻ കിടന്നു, എന്നേക്കുമായി. യുവവാണിയിൽ ഇനി നയന ഷാജി അവതരിപ്പിക്കുന്ന ലളിതഗാനം. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ
വിസ്മയമോടി ഞാൻ നിന്നു. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടി ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു. ഇരു തിരുവോണത്തോണികൾ കണ്ടു. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പ്രകൃതി മനോഹരി നീ രാവിൽ നിറപറയൊരുക്കുന്നുവോ. പ്രണവമന്ത്രാക്ഷരത്താൽ നിന്നെ ദിക്കുകൾ വാഴ്ത്തുന്നുവോ. ശ്രാവണവും നിൻ വസന്തവും എന്നുടൽ ചേലുമൊന്നല്ലേ. ആ ആ ആ പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടി ഞാൻ നിന്നു. ചിരിക്കുന്നൊരരിപ്പൂക്കളേ ചൊല്ലൂ താരകൾ നിങ്ങളല്ലേ. ചിലമ്പുന്നൊരരിപ്രാക്കളേ തിങ്കൾ ചില്ലയിൽ നിങ്ങളില്ലേ. ചില്ലുനിലാവും മണിമുല്ലയും എൻ കടക്കണ്ണുമൊന്നല്ലേ. ആ ആ ആ പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടി ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു. ഇരു തിരുവോണത്തോണികൾ കണ്ടു. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടി ഞാൻ നിന്നു. ലക്ഷ്മി പ്രസാദ് അവതരിപ്പിക്കുന്ന ഗാനം കേട്ടാലോ? ആ ആ ആ ആ ഓടക്കുഴലേ നിൻ കളനാദം ഓർമ്മയിൽ പാലാഴി തീർക്കുന്നു. ഓടക്കുഴലേ നിൻ കളനാദം ഓർമ്മയിൽ പാലാഴി തീർക്കുന്നു. ഓളങ്ങളിൽ താളം തുള്ളുന്നു എൻ മനം ഓമനത്താമര പോലെ.
ചുറ്റമ്പലങ്ങളിൽ വിളക്കുകൾ പൂക്കും കാർത്തിക സന്ധ്യാനേരം. ചുറ്റമ്പലങ്ങളിൽ വിളക്കുകൾ പൂക്കും കാർത്തിക സന്ധ്യാനേരം. നീ പണ്ടു പാടിയ കീർത്തനം വീണ്ടും, നീ പണ്ടു പാടിയ കീർത്തനം വീണ്ടും നീലാംബരിയായൊഴുകുന്നു. ഞാനാം നീലാംബുജമതിൽ അലിയുന്നു. ഓടക്കുഴലേ നിൻ കളനാദം ഓർമ്മയിൽ പാലാഴിത്തീർക്കുന്നു. നാദശലാകകൾ നാദങ്ങൾ തീർക്കും നവരാത്രി നാളുകളിൽ. നാദശലാകകൾ നാദങ്ങൾ തീർക്കും നവരാത്രി നാളുകളിൽ. നിൻ ചുണ്ടുണർത്തിയ രാഗസുധാരസം, നിൻ ചുണ്ടുണർത്തിയ രാഗസുധാരസം നറുമധുവായല്ലോ നിറയുന്നു എന്നിൽ. നറുമധുവായല്ലോ നിറയുന്നു. ഓടക്കുഴലേ നിൻ കളനാദം ഓർമ്മയിൽ പാലാഴി തീർക്കുന്നു. ഓളങ്ങളിൽ താളം തുള്ളുന്നു എൻ മനം. ഓമനത്താമര പോലെ പുതിയൊരു ഓമനത്താമര പോലെ. ഓടക്കുഴലേ നിൻ കളനാദം ഓർമ്മയിൽ പാലാഴി തീർക്കുന്നു. ആഷിൻ ഷാജി അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം. സുന്ദരി നീ വന്നു ഗസലായി, സുറുമ വരച്ച പെണ്ണേ റെജില. ചെമ്പകപ്പൂവിനൊത്ത നിറമായി ചന്ദനമേനി നിന്റെ മഹിമ. സുന്ദരി നീ വന്നു ഗസലായി, സുറുമ വരച്ച പെണ്ണേ റെജില. ചെമ്പകപ്പൂവിനൊത്ത നിറമായി ചന്ദനമേനി നിന്റെ മഹിമ.
അറബിക്കഥയിലെ റാണിയാം ഓരോ കിനാവിലും വന്നു നീ അർബനമുട്ടിൻ്റെ താളമായി അടിയുലഞ്ഞെൻ്റെ കൽബില്. അറബിക്കഥയിലെ റാണിയാം ഓരോ കിനാവിലും വന്നു നീ അർബനമുട്ടിൻ്റെ താളമായി അടിയുലഞ്ഞെൻ്റെ കൽബില്. വെള്ളിമണിക്കൊലുസണിഞ്ഞ പെണ്ണേ വെണ്ണിലാവ് മോഹിക്കും നിന്നെ. സുന്ദരി നീ വന്നു ഗസലായി സുറുമ വരച്ച പെണ്ണേ റജില. ചെമ്പകപ്പൂവിനൊത്ത നിറമായി ചന്ദനമേനി നിന്റെ മഹിമ. നിന്നെയും പ്രേയസിയാക്കുവാൻ ബഹ്റുമചാരത്ത് വന്ന നാൾ അഴകേറും മംഗല്യ പന്തലിൽ മിന്നിത്തിളങ്ങി നീ നിന്ന നാൾ. നിന്നെയും പ്രേയസിയാക്കുവാൻ ബഹ്റുമചാരത്ത് വന്ന നാൾ അഴകേറും മംഗല്യ പന്തലിൽ മിന്നിത്തിളങ്ങി നീ നിന്ന നാൾ. ഇമ്പപ്പൂവെൻ്റെ സഖിയായി ഇനിയെന്നും ആനന്ദം വരവായി. സുന്ദരി നീ വന്നു ഗസലായി സുറുമ വരച്ച പെണ്ണേ റജില. ചെമ്പകപ്പൂവിനൊത്ത നിറമായി ചന്ദനമേനി നിന്റെ മഹിമ. ഇന്നത്തെ യുവവാണിയിൽ അവസാനമായി അൻസി അമീറും കൂട്ടരും അവതരിപ്പിക്കുന്ന സംഘഗാനം കേൾക്കാം. അവതരിപ്പിക്കുന്നവർ അൻസി അമീർ, അഞ്ജലി, ജോമോൾ, സജന, അപർണ, അധീന, സൗമ്യ, ലിസ്മരിയ, ജസ്ന, അലിൻ. സ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സ്വാഗതം കടലലകൾ തഴുകി വളർത്തിയ കാവ്യഭൂവിൻ സ്വാഗതം. കായൽ കവിതകൾ പാടും തീരഭൂവിൻ സ്വാഗതം. മാവേലി തിരുമനസ്സുവാണൊരു മഹിതദേശത്തിൽ ഏകഭാവ വിചാര നന്മകളെന്നുമുണരട്ടെ. മാവേലി തിരുമനസ്സുവാണൊരു മഹിതദേശത്തിൽ ഏകഭാവ വിചാര നന്മകളെന്നുമുണരട്ടെ. സ്വാഗതം സ്വാഗതം കടലലകൾ തഴുകി വളർത്തിയ കാവ്യഭൂവിൻ സ്വാഗതം. കായൽ കവിതകൾ പാടും തീരഭൂവിൻ സ്വാഗതം. സഖ്യസാനുവിനപ്പുറത്തൊരു സ്നേഹ ശ്രീലക കേരളം. ജാതിഭേദ വിചാരമില്ല ഏകമാതൃക മന്ദിരം. സഖ്യസാനുവിനപ്പുറത്തൊരു സ്നേഹ ശ്രീലക കേരളം. ജാതിഭേദ വിചാരമില്ല ഏകമാതൃക മന്ദിരം. ഇവിടെ തുഞ്ചരും കുഞ്ചരും പണ്ടെഴുതിയ കവിതകൾ ആസ്വദിച്ചു രമിക്കുവാനിനി ഏകിടാം തവ സ്വാഗതം. സ്വാഗതം സ്വാഗതം കടലലകൾ തഴുകി വളർത്തിയ കാവ്യഭൂവിൻ സ്വാഗതം.
കായൽ തീര കവിതകൾ പാടും തീരഭൂവി സ്വാഗതം. ആ മലവിടർന്നൊരു നവ്യ സുന്ദര കേരളം, തെയ്യം തിറയുടെ തനിമ പൂവിടും അമൃത സുരഭില ശൈകതം. നിളയിലഴകിൽ അലവിടർന്നൊരു നവ്യ സുന്ദര കേരളം, തെയ്യം തിറയുടെ തനിമ പൂവിടും അമൃത സുരഭില ശൈകതം. വൃക്ഷങ്ങൾ നടനമാടുമി തീരഭൂതല വേദിയിൽ, ആതിഥേയ മനസ്സു സാദരമേറ്റു പാടിയ സ്വാഗതം സ്വാഗതം സ്വാഗതം. കടലകൾ തഴുകി വളർത്തിയ കാവ്യഭൂവി സ്വാഗതം. കായൽ തീര കവിതകൾ പാടും തീരഭൂവി സ്വാഗതം. ആ ചിങ്ങമാസ നിലാവു പെയ്തു നിറഞ്ഞ സുന്ദര കേരളം, ചങ്ങം പുഴയുടെ കവിത പാടി വളർന്ന ഭാസുര കേരളം. ചിങ്ങമാസ നിലാവു പെയ്തു നിറഞ്ഞ സുന്ദര കേരളം, ചങ്ങം പുഴയുടെ കവിത പാടി വളർന്ന ഭാസുര കേരളം. വേദഭാവ വിചാരമുഖിലുകൾ നീങ്ങി നന്മകൾ വിടരവേ, കടലു താണ്ടി വരുന്ന മാനവ മനസ്സിനേകാം സ്വാഗതം സ്വാഗതം സ്വാഗതം. കടലകൾ തഴുകി വളർത്തിയ കാവ്യഭൂവി സ്വാഗതം. കായൽ തീര കവിതകൾ പാടും തീരഭൂവി സ്വാഗതം. ഓണവില്ലു വിരിഞ്ഞ സുന്ദര സ്നേഹവിശ്രുത കേരളം, പാടനാരുടെ പാട്ടിനീരടി ഏറ്റുപാടിയ ഭൂതലം. ഓണവില്ലു വിരിഞ്ഞ സുന്ദര സ്നേഹവിശ്രുത കേരളം, പാടനാരുടെ പാട്ടിനീരടി ഏറ്റുപാടിയ ഭൂതലം. ഭാരതപ്പുഴ സ്നേഹമൂട്ടി വളർത്തിയോരുടെ നാവുകൾ ഒത്തുചേർന്നു ജപിക്കുകയാണിതു നിത്യസുന്ദര സ്വാഗതം സ്വാഗതം സ്വാഗതം. കടലകൾ തഴുകി വളർത്തിയ കാവ്യഭൂവി സ്വാഗതം. കായൽ തീര കവിതകൾ പാടും തീരഭൂവി സ്വാഗതം. മാവേലി തിരുമനസ്സുവാണൊരു മഹിത ദേശത്തിൽ, ഏകഭാവ വിചാര നന്മകളിന്നും ഉണരട്ടെ. മാവേലി തിരുമനസ്സുവാണൊരു മഹിത ദേശത്തിൽ, ഏകഭാവ വിചാര നന്മകളിന്നും ഉണരട്ടെ. സ്വാഗതം സ്വാഗതം. കടലകൾ തഴുകി വളർത്തിയ കാവ്യഭൂവി സ്വാഗതം. കായൽ തീര കവിതകൾ പാടും തീരഭൂവി സ്വാഗതം 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 സുസ്വാഗതം സുസ്വാഗതം. ഇന്നത്തെ പരിപാടികളെല്ലാം ശ്രോതാക്കൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: യുവവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത യുവവാണിയിൽ വീണ്ടും കേൾക്കാം. ആൻഡ് ദിസ് ഈസ് ആഷ് സൈനിങ് ഔട്ട്. യുവവാണി സമാപിക്കുന്നു. നിർവഹണ സഹായം ആഷ്ലി മോൾ M,